നമസ്കാരം. റഷ്യയുമായുള്ള വാണിജ്യ ബന്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഇന്ത്യയോടുൾപ്പെടെ പല രാജ്യങ്ങളോടും നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം വിളിച്ചു പറയുന്ന മറ്റൊരു നെറികേടിന്റെ കഥയുണ്ട്. ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉളുപ്പില്ലാത്ത ഇരട്ടത്താപ്പിന്റെ കഥ. ട്രംപിന്റെ റഷ്യയുമായുള്ള പ്ലൂട്ടോണിയം കരാറുകൾ നിലനിൽക്കുമായിരുന്നിട്ടും മറ്റു രാജ്യങ്ങളോട് റഷ്യയുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തുന്ന നെറികേടാണ് ലോകം കുറച്ചുനാളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ ശബ്ദിക്കാൻ പല രാജ്യങ്ങളും മടിച്ചു എന്നതാണ് സത്യം. അമേരിക്കയും റഷ്യയും തമ്മിൽ വിവിധതരം ആണവ കരാറുകൾ നിലനിന്നിരുന്നു. പ്ലൂട്ടോണിയം കൈമാറ്റം, ആണവ ഇന്ധന ശുദ്ധീകരണം, സുരക്ഷിത സംഭരണം തുടങ്ങിയ നിരവധി കരാറുകൾ ഇരു രാജ്യങ്ങളും നടപ്പിലാക്കി. ഇവയിലൂടെ അമേരിക്കൻ കമ്പനികൾക്ക് ബില്യൺ ഡോളറുകളുടെ ലാഭം ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതേസമയം ഇന്ത്യ, ചൈന, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങിയവ റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്നത് ട്രംപ് ശക്തമായി എതിർത്തു. ട്രംപിന്റെ വിദേശ നയത്തിൽ സ്ഥിരതയില്ലായ്മയും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും മാത്രം മുൻതൂക്കം നൽകിയുമുള്ളതാണ്. ഒരു വശത്ത് അദ്ദേഹം റഷ്യയുടെ സഹായത്തോടെ ചില കരാറുകൾ ഒപ്പുവെച്ചു. മറ്റൊരു വശത്ത് നാറ്റോ കൂട്ടാളികളെയും ഏഷ്യൻ രാജ്യങ്ങളെയും റഷ്യക്കെതിരെ തിരിക്കാൻ പ്രേരിപ്പിച്ചു. ഈ രണ്ട് വള്ളത്തിൽ കാലിട്ടുകൊണ്ടുള്ള നയമാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തപ്പോൾ ട്രംപ് ഭരണകൂടം അതിനെതിരെ വ്യാപാര നിയന്ത്രണങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും ചെലുത്തി. എന്നാൽ അതേസമയം അമേരിക്കൻ എണ്ണ കമ്പനികൾ റഷ്യൻ എനർജി സ്ഥാപനങ്ങളുമായി രഹസ്യ കരാറുകൾ തുടരുകയാണെന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അത് രാഷ്ട്രീയ നയമല്ല, മറിച്ചൊരു വഞ്ചനയാണ് എന്ന് വിദഗ്ധർ തന്നെ പറയുന്നു. റഷ്യയുമായുള്ള തന്റെ സാമ്പത്തിക ബന്ധങ്ങൾ പരിരക്ഷിക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾ അത് ചെയ്യരുതെന്ന അവസ്ഥ സൃഷ്ടിച്ചാണ് ട്രംപ് തന്റെ ശക്തി പ്രയോഗിച്ചത്. എന്നാൽ ഒടുവിൽ റഷ്യ തന്നെ ട്രംപിനെ പൂട്ടിട്ടിരിക്കുകയാണ്. അതിന് പുടിൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയതോടെ ട്രംപിന്റെ അഹങ്കാരത്തിന്റെ കൊമ്പ് പാതി ഒടിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ഉടക്കിപ്പിരിഞ്ഞ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റും തമ്മിലെ അകൽച്ച കൂടുതൽ വലുതാകുന്നു എന്നതും ഇതിന്റെ മറ്റൊരു വശമാണ്. കൂടുതൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ലക്ഷ്യമിട്ട് ഇരു രാജ്യങ്ങളും ചേർന്ന് ഒപ്പുവെച്ച പ്ലൂട്ടോണിയം നിർമ്മാർജ്ജന കരാർ റദ്ദാക്കുന്ന നിയമത്തിൽ പുടിൻ തിങ്കളാഴ്ച ഒപ്പുവെച്ചതാണ് ഇരു ശക്തികൾക്കുമിടയിൽ വിള്ളൽ കൂടുതൽ പ്രകടമാക്കിയ ഒടുവിലത്തെ നടപടി. ആണവ എഞ്ചിനുള്ള ബുറവഷ്നിക് ക്രൂസ് മിസൈൽ റഷ്യൻ സൈന്യം വിജയകരമായി പരീക്ഷിച്ചെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഞായറാഴ്ച അറിയിച്ചത് US-നെ പ്രകോപിപ്പിച്ചു. സമാധാന ശ്രമങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന പുടിനുമായുള്ള സമാധാന ഉച്ചകോടിക്കുള്ള പദ്ധതികൾ ട്രംപ് കഴിഞ്ഞയാഴ്ച റദ്ദാക്കിയിരുന്നു. അതൊരു സമയം പാഴാക്കലാകുമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ഒരു കരാറിന് സമ്മതിക്കുമെന്ന സൂചനകൾ പുടിൻ നൽകുന്നില്ല എങ്കിൽ ഉച്ചകോടി മറ്റൊരിക്കൽ നടത്താനുള്ള സാധ്യതയും തള്ളിക്കളഞ്ഞു. 2000-ൽ ഒപ്പുവെക്കുകയും 2010-ൽ ഭേദഗതി വരുത്തുകയും ചെയ്ത പ്ലൂട്ടോണിയം മാനേജ്മെന്റ് ആൻഡ് ഡിസ്പോസിഷൻ എഗ്രിമെന്റ് ശീതയുദ്ധകാലത്തെ തങ്ങളുടെ വലിയ പ്ലൂട്ടോണിയം ശേഖരത്തിൽ നിന്ന് 34 മെട്രിക് ടൺ വീതം കുറയ്ക്കാനും അത് ആണവോർജ്ജത്തിനായി ഉപയോഗിക്കാനും റഷ്യയെയും US-നെയും പ്രതിജ്ഞാബദ്ധമാക്കിയിരുന്നു. ഏകദേശം 10,000 ആണവായുധങ്ങൾക്ക് തുല്യമായവ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച പ്ലൂട്ടോണിയം ഈ കരാറിലൂടെ ഇല്ലാതാകുമെന്നായിരുന്നു US ഉദ്യോഗസ്ഥർ കണക്കാക്കിയിരുന്നത്. ട്രംപിന്റെ മുൻഗാമിയായ ബരാക് ഒബാമയുമായുള്ള ബന്ധം വഷളായ 2016-ൽ തന്നെ പുടിൻ കരാറിലെ റഷ്യയുടെ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നു. ഒക്ടോബർ ആദ്യം തന്നെ റഷ്യ കരാർ റദ്ദാക്കാനുള്ള നിയമം അംഗീകരിച്ചിരുന്നു. ഈ നിയമത്തിൽ പുടിൻ ഒപ്പുവെച്ചതോടെ കരാർ ഔദ്യോഗികമായി റദ്ദാക്കിയിരിക്കുകയാണ്. 2022 ഫെബ്രുവരിയിൽ ഉക്രൈനിൽ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതു മുതൽ റഷ്യ ആണവ ഭീഷണി മുഴക്കുന്നതായി പാശ്ചാത്യ രാജ്യങ്ങൾ ആരോപിക്കുന്നുണ്ട്. അധിനിവേശം ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ പുടിൻ റഷ്യയുടെ ആണവായുധ വിഭാഗത്തിനെ അതീവ ജാഗ്രതയിലാക്കി. കൂടാതെ കഴിഞ്ഞ വർഷം ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള പരിധി കുറയ്ക്കുന്ന ഒരു ഉത്തരവിലും പുടിൻ ഒപ്പുവെക്കുകയുണ്ടായി. ട്രംപിന്റെ റഷ്യയുമായുള്ള കരാറുകൾ നിലനിൽക്കുമ്പോൾ മറ്റു രാജ്യങ്ങളെ ആ ബന്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് രാഷ്ട്രീയ പക്വതയല്ല, മറിച്ച് നയരഹിതമായ ഇരട്ടത്താപ്പാണ്. ലോക രാഷ്ട്രീയത്തിന് ആവശ്യമുള്ളത് ഇത്തരത്തിലുള്ള പ്രതിസന്ധിയല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തോടും സമത്വത്തോടും കൂടിയ സഹവർത്തിത്വമാണ്. എന്നാൽ ട്രംപിനെ പോലെ സ്വാർത്ഥത നിറഞ്ഞ ഒരു ഭരണാധികാരിയിൽ നിന്ന് ഒരിക്കലും അത്തരമൊരു നിലപാട് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ ട്രംപിന് പുടിൻ കൊടുത്തിരിക്കുന്നത് നല്ല ഉശിരൻ മറുപടി തന്നെയാണ്. ട്രംപ് ലോകം മുഴുവൻ ചലിക്കുന്നത് തന്റെ കൈകൊണ്ടാണ് എന്ന് വിശ്വസിച്ച് മുന്നേറുമ്പോൾ ഉത്തരത്തിലിരിക്കുന്ന പല്ലിയുടെ ജൽപ്പനത്തോളം ചെറുതാണ് അതെന്ന് ഒരൊറ്റ ഒപ്പുകൊണ്ട് പുടിൻ ബോധ്യമാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഒപ്പിട്ട കൈകളിൽ മോദിയുടെ മനക്കരുത്തിന്റെ ബലം കൂടി ഉണ്ട് എന്നത് ഇന്ത്യക്കും അഭിമാനത്തോടെ ഓർക്കാം.
ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോടുകൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച